പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ മാട്രിസസ് എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4 വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിരുന്നു. ആ 4 വീഡിയോസും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ നോട്ട് എഴുതി കാണും, അത് പഠിച്ചു കാണും എന്ന് ഞാൻ കരുതട്ടെ. ഇനി നമുക്ക് 5ാമത്തെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ആദ്യം ഒരു റിസൾട്ടാണ്. റിസൾട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ. If f is a polynomial function with the formula fx is equal to an x raised to n plus an minus 1 x raised to n minus 1 plus etc. a1 x plus a0 and capital A is a square matrix, then we define f of a is equal to an into a raised to n plus an minus 1 into a raised to n minus 1 plus etc. a1 into a plus a0 into I. എഫ് എക്സ് എന്ന് പറയുന്നത് ഇതാണ്ട് ഈ ഫോർമുല ഉള്ളൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എഫ് എക്സ് എന്ന് പറയുന്നത് ഈ പോളിനോമിയൽ ഫംഗ്ഷൻ ആണെന്നിരിക്കട്ടെ. എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മാട്രിക്സ് ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. എക്സ് കാണുന്നിടത്തെല്ലാം നമ്മൾ എ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. എ നോട്ട് വരുന്ന ടേമിനകത്ത് എ നോട്ട് എന്നുള്ളത് എ നോട്ട് ഇൻറ്റു ഐ ആയി മാറും. അപ്പോൾ എഫ് എക്സ് എന്ന് പറയുന്നത് എ എൻ എക്സ് റൈസ് ടു എൻ പ്ലസ് എ എൻ മൈനസ് 1 എക്സ് റൈസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര എ 1 എക്സ് പ്ലസ് എ നോട്ട് ആണെങ്കിൽ, അതുപോലെ എ എന്ന് പറയുന്നൊരു സ്ക്വയർ മാട്രിക്സ് ആണെങ്കിൽ എഫ് ഓഫ് എ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: എ എൻ ഇൻറ്റു എ റൈസ് ടു എൻ പ്ലസ് എ എൻ മൈനസ് 1 ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1 പ്ലസ് എ 1 ഇൻറ്റു എ പ്ലസ് എ നോട്ട് ഇൻറ്റു ഐ. എ നോട്ടിന് ആ കോൺസ്റ്റൻറ്റ് ടേമിൻ്റെ കൂടെ ഐയും കൂടെ വരും. ചോദ്യത്തിലേക്ക് പോകാം. ഇഫ് എഫ് എക്സ് ഈസിക്കലി എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5 ആൻഡ് എ സമ മാട്രിക്സ് -1 2 3 4 ഫൈൻഡ് എഫ് ഓഫ് എ. ഇതാണ് ചോദ്യം. എഫ് എക്സ് എന്ന് പറയുന്നത് ഈ പോളിനോമിയൽ ഫംഗ്ഷനാണ്. എഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5 ആണ്. എ എന്ന് പറയുന്നത് ഈ മാട്രിക്സ് ആണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എ കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് എഴുതാം. എ സമ മാട്രിക്സ് -1 2 3 4 ആൻഡ് എഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എ കാണണം. എഫ് ഓഫ് എ കാണാൻ എക്സ് കാണുന്നിടത്ത് എ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ആ കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ ഐ എഴുതണം. എഫ് ഓഫ് എ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് 4a പ്ലസ് 5i ആണ്. എഫ് ഓഫ് എ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് 4a പ്ലസ് 5i ആണ്. എഫ് ഓഫ് എ കാണാൻ എക്സ് കാണുന്നിടത്തെല്ലാം എ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. കോൺസ്റ്റൻറ്റ് ടേമിൻ്റെ കൂടെ ഐ എഴുതണം. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ആദ്യം നമുക്ക് എ സ്ക്വയർ കണ്ടുപിടിക്കാം. എ സ്ക്വയർ ഇസ് ഡിഫൈൻഡ് ആസ് എ ഇൻറ്റു എ എന്നാണ്. എ എന്ന് പറയുമ്പോൾ മാട്രിക്സ് -1 2 3 4 ഇൻറ്റു മാട്രിക്സ് -1 2 3 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ രണ്ട് മാട്രിക്സുകളുടെ പ്രോഡക്റ്റ് കാണാൻ റോ കോളം മൾട്ടിപ്ലിക്കേഷനോട് അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം കറസ്പോണ്ടിങ് എൻട്രീസ് കൂടി കൂട്ടി ഫസ്റ്റ് റോയിൽ എഴുതിയ 1 + 6 എന്ന് വരും. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം കറസ്പോണ്ടിങ് എൻട്രീസ് കൂടി കൂട്ടി ഫസ്റ്റ് റോയിൽ എഴുതുക -2 + 8. ഫസ്റ്റ് റോ വെച്ചുള്ള പരിപാടികൾ കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോയിലേക്ക് വരിക. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം കറസ്പോണ്ടിങ് എൻട്രീസ് കൂടി കൂട്ടി സെക്കൻഡ് റോയിൽ എഴുതുക -3 + 12. സെക്കൻഡ് റോ സെക്കൻഡ് കോളം കറസ്പോണ്ടിങ് എൻട്രീസ് കൂടി കൂട്ടി സെക്കൻഡ് റോയിൽ എഴുതുക 6 + 16. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ മാട്രിക്സ് 7 6 9 22. ഇനി 4a കാണാൻ വേണ്ടി എയിലെ എല്ലാ എൻട്രീസിനെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. മാട്രിക്സ് -4 8 12 16 എന്ന് വരും. ഇനി 5 ഇൻറ്റു ഐ സമം 5 ഇൻറ്റു മാട്രിക്സ് 1 0 0 1 ദാറ്റ് ഈസ് ഇക്വൽ മാട്രിക്സ് 5 0 0 5. സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് ഇൻ 1. ഇതെല്ലാം ഒന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫസ്റ്റ് ഇക്വേഷനകത്ത് ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എഫ് ഓഫ് എ സമം മാട്രിക്സ് 7 6 9 22 പ്ലസ് മാട്രിക്സ് -4 8 12 16 പ്ലസ് മാട്രിക്സ് 5 0 0 5. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മാട്രിക്സ് 8 14 21 43. എഫ് ഓഫ് എന്ന് പറയുമ്പോൾ മാട്രിക്സ് 8 14 21 43. നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഏരിയയിലേക്ക് പോകാം. ട്രാൻസ്പോസ് ഓഫ് എ മാട്രിക്സ്. ഒരു മാട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക. ഇഫ് എ ഈസ് എ മാട്രിക്സ് ദെൻ ട്രാൻസ്പോസ് ഓഫ് എ ഈസ് ഡിനോട്ടഡ് ബൈ എ ഡാഷ് ഓർ എ റൈസ് ടു ടി and is defined as a matrix obtained by interchanging the rows and columns of A. ശ്രദ്ധിക്കുക, എ ഒരു മാട്രിക്സ് ആണെങ്കിൽ ട്രാൻസ്പോസ് ഓഫ് എ എന്നുള്ളത് നമ്മൾ ഷോർട്ടായിട്ട് എഴുതുന്നത് എങ്ങനെയാണ്? എ ഡാഷ് അല്ലെങ്കിൽ എ റൈസ് ടു ടി എന്ന് എഴുതുന്നു. ട്രാൻസ്പോസ് ഓഫ് എയുടെ നൊട്ടേഷനാണ് എ ഡാഷ് അല്ലെങ്കിൽ എ റൈസ് ടു ടി. എ ട്രാൻസ്പോസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ മാട്രിക്സ് ഒബ്റ്റൈൻഡ് ബൈ ഇൻ്റർചേഞ്ചിങ് ദ റോസ് ആൻഡ് കോളംസ് ഓഫ് എ. എന്ന മാട്രിക്സിൻ്റെ റോസ് ആൻഡ് കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന മാട്രിക്സ് ആണ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഉദാഹരണം, എ എന്ന് പറഞ്ഞ മാട്രിക്സ് ഇതാണെന്നിരിക്കട്ടെ. മാട്രിക്സ് 3 2 -1 4 3 10 3 4 -2. ഇതാണ് എ എന്ന് പറഞ്ഞ മാട്രിക്സ് എന്നിരിക്കട്ടെ. ഇതിൻ്റെ ട്രാൻസ്പോസ് കിട്ടാൻ വേണ്ടി ഈ ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളമായിട്ട് എഴുതുക.
ഇവിടുത്തെ ഫസ്റ്റ് റോ എന്ന് പറയുമ്പോൾ 3 2 -1 അത് ഫസ്റ്റ് കോളമായിട്ട് എഴുതുക. 3 2 -1. ഈ സെക്കൻഡ് റോ എടുത്ത് സെക്കൻഡ് കോളമായിട്ട് എഴുതുക. 4 3 10. ഇവിടെ 4 3 10. തേർഡ് റോ എടുത്ത് തേർഡ് കോളമായിട്ട് എഴുതുക. 3 4 -2. 3 4 -2. അപ്പോൾ എ എന്ന മാട്രിക്സിൻ്റെ ട്രാൻസ്പോസ് മാട്രിക്സ് ആണിത്. എ എന്ന മാട്രിക്സിൻ്റെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന മാട്രിക്സ് ആണ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളം ആക്കുക, സെക്കൻഡ് റോ എടുത്ത് സെക്കൻഡ് റോ എടുത്ത് സെക്കൻഡ് കോളമായിട്ട് എഴുതുക, തേർഡ് റോ എടുത്ത് തേർഡ് കോളമായിട്ട് എഴുതുക. അപ്പോൾ എ എന്ന മാട്രിക്സിൻ്റെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന മാട്രിക്സ് ആണ് എ ട്രാൻസ്പോസ്. അതിനെ സൂചിപ്പിക്കുന്ന സിമ്പൽ എ ഡാഷ് എന്നാണ്. ഈ ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് പോകാം. എ ഒരു മാട്രിക്സ് ആണെങ്കിൽ എ ട്രാൻസ്പോസ് അതൊരു മാട്രിക്സ് ആയിരിക്കും. അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് അതൊരു മാട്രിക്സ് ആയിരിക്കും, അത് എയോട് തുല്യമായിരിക്കും. അപ്പോൾ എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എയോട് തുല്യമായിരിക്കും. എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ആയിരിക്കും. അതുപോലെ കെ ഒരു സ്കാലാറും എ ഒരു മാട്രിക്സും ആണെങ്കിൽ കെ ഇൻറ്റു എയുടെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് കെ ഇൻറ്റു എ ട്രാൻസ്പോസിനോട് ഈക്വൽ ആയിരിക്കും. അതുപോലെ 3 എ പ്ലസ് ബി എന്ന മാട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസിനോട് തുല്യമായിരിക്കും. അതുപോലെ എ മൈനസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസിനോട് തുല്യമായിരിക്കും. അതുപോലെ എ ഇൻറ്റു ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസിനോട് തുല്യമായിരിക്കും. ഓർഡർ ഒന്ന് തിരിഞ്ഞു വരും അവിടെ. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസിനോട് തുല്യമായിരിക്കും. അതുപോലെ ഐ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഐയോട് തുല്യമായിരിക്കും. ഐഡൻറ്റിറ്റി മാട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മാട്രിക്സ് തന്നെ ആയിരിക്കും. നമുക്ക് അടുത്ത ഡെഫിനിഷനിലേക്ക് പോകാം. സിമെട്രിക് മാട്രിക്സ്. എ സ്ക്വയർ മാട്രിക്സ് എ ഈസ് സെറ്റ് ടു ബി സിമെട്രിക് ഇഫ് എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ. ഒരു സ്ക്വയർ മാട്രിക്സിനെ നമ്മൾ സിമെട്രിക് മാട്രിക്സ് എന്ന് വിളിക്കണമെങ്കിൽ എയും എയുടെ ട്രാൻസ്പോസും തുല്യമായിരിക്കണം. എ ട്രാൻസ്പോസ് എയോട് തുല്യമായിരിക്കണം. ഉദാഹരണം, എ എന്ന മാട്രിക്സ് ഇതാണെന്നിരിക്കട്ടെ. മാട്രിക്സ് 3 4 7 4 2 -1 7 -1 5 എ എന്ന മാട്രിക്സ് ഇതാണെന്നിരിക്കട്ടെ. ഓക്കെ, ട്രാൻസ്പോസ് കാണാൻ വേണ്ടി ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളമായിട്ട് എഴുതുക, സെക്കൻഡ് റോ എടുത്ത് സെക്കൻഡ് കോളമായിട്ട് എഴുതുക, തേർഡ് റോ എടുത്ത് തേർഡ് കോളമായിട്ട് എഴുതുക. ഇവിടെ എ ട്രാൻസ്പോസ് നമുക്ക് കിട്ടി. ഈ രണ്ട് മാട്രിക്സുകൾ സെയിം ആണ്. ഇവിടെ എ ട്രാൻസ്പോസ് സമം എ ആണ്. ദെയർഫോർ എ ഈസ് എ സിമെട്രിക് മാട്രിക്സ്. ഇവിടെ നമ്മൾ സിമെട്രിക് മാട്രിക്സ് എഴുതാൻ വേണ്ടി ചെയ്യേണ്ടത് ഇതാണ്. മെയിൻ ഡയഗണലിൽ നിങ്ങൾക്ക് ഏത് 3 എലമെൻറ്റ് വേണമെങ്കിലും എഴുതാം. മെയിൻ ഡയഗണലിൽ ഇഷ്ടമുള്ള 3 എലമെൻറ്റ്സ് എഴുതാം. പിന്നെ ഇവിടെ 4 എഴുതിയാൽ ഇപ്പുറത്ത് 4 എഴുതണം. സിമെട്രിക് ആയിട്ട് ഇവിടെ 4 എഴുതണം. ഇവിടെ 7 എഴുതിയാൽ ഇവിടെ 7 എഴുതണം. ഇവിടെ -1 എഴുതി ഇവിടെ -1 എഴുതണം. സിമെട്രിക് മാട്രിക്സ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ മെയിൻ ഡയഗണലിൽ ഏതെങ്കിലും 3 എലമെൻറ്റ്സ് എഴുതുക. പിന്നെ എഴുതുമ്പോൾ സിമെട്രിക് ആയിട്ട് എഴുതുക. ഇവിടെ 4 എഴുതിയാൽ ഇവിടെ 4 എഴുതുക. ഇവിടെ 7 എഴുതിയാൽ ഇവിടെ 7 എഴുതുക. ഇവിടെ -1 എഴുതിയാൽ ഇവിടെ -1 എഴുതുക. അപ്പോൾ സിമെട്രിക് മാട്രിക്സിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു സ്ക്വയർ മാട്രിക്സിനെ സിമെട്രിക് മാട്രിക്സ് എന്ന് വിളിക്കണമെങ്കിൽ എ ട്രാൻസ്പോസും എയും തുല്യമായിരിക്കണം. എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ആയിരിക്കണം. അടുത്ത ഡെഫിനിഷൻ, സ്ക്യൂ സിമെട്രിക് മാട്രിക്സ്. A square matrix A is said to be skew symmetric if A transpose is equal to -A. A square matrix A is said to be skew symmetric if A transpose is equal to -A. എക്സാമ്പിൾ, A എന്ന് പറഞ്ഞ മാട്രിക്സ് ഇതാണെന്നിരിക്കട്ടെ. മാട്രിക്സ് 0 -2 3 2 0 -7 -3 7 0. A ട്രാൻസ്പോസ് കാണാം. എ ട്രാൻസ്പോസ് കാണാൻ എയുടെ ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളമായിട്ട് എഴുതുക, സെക്കൻഡ് റോ എടുത്ത് സെക്കൻഡ് കോളമായിട്ട് എഴുതുക, തേർഡ് റോ എടുത്ത് തേർഡ് കോളമായിട്ട് എഴുതുക. അപ്പോൾ എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ മാട്രിക്സ് 0 2 -3 -2 0 7 3 -7 0 ആണ്. ഇനി -A കാണുക. -A കാണാൻ എയിലെ എല്ലാ എലമെൻറ്റുകളെയും -1 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇപ്പോൾ -A എന്ന് പറഞ്ഞ മാട്രിക്സ് ഇതാണ്. 0 2 -3 -2 0 7 3 -7 0 ആണ്. ഇവിടെ എ ട്രാൻസ്പോസും -Aയും തുല്യമാണ്. എ ട്രാൻസ്പോസും -Aയും തുല്യമാണ്. അതുകൊണ്ട് ഒരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആണ്. എ ഈസ് എ സ്ക്യൂ സിമെട്രിക് മാട്രിക്സ്. നമുക്ക് ഈ സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് എഴുതേണ്ടി വരുമ്പോൾ നിങ്ങൾ മെയിൻ ഡയഗണലിൽ 0 തന്നെ എഴുതണം. നമുക്ക് സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ മെയിൻ ഡയഗണലിൽ 0 തന്നെ എഴുതണം. പിന്നെ ഇവിടെ 2 എഴുതിയാൽ ഇവിടെ -2 എഴുതുക. ഇവിടെ -3 എഴുതിയാൽ ഇവിടെ 3 എഴുതുക. ഇവിടെ 7 എഴുതിയാൽ ഇവിടെ -7 എഴുതുക. സ്ക്യൂ സിമെട്രിക് കിട്ടണമെന്നുണ്ടെങ്കിൽ, സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ മെയിൻ ഡയഗണലിൽ 0 തന്നെ എഴുതിയേ പറ്റൂ. പിന്നെ എഴുതുമ്പോൾ ഇവിടെ 2 എഴുതിയാൽ ഇവിടെ -2 എഴുതുക. ഇവിടെ -3 എഴുതിയാൽ ഇവിടെ 3 എഴുതുക. ഇവിടെ 7 എഴുതിയാൽ ഇവിടെ -7 എഴുതുക. ഓക്കെ. അടുത്തൊരു നോട്ടാണ്, മെയിൻ ഡയഗണൽ എൻട്രീസ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആർ സീറോസ്. ഒരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സിൻ്റെ മെയിൻ ഡയഗണലിൽ എപ്പോഴും സീറോസേ വരത്തുള്ളൂ. മെയിൻ ഡയഗണൽ എൻട്രീസ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആർ സീറോസ്. നമുക്ക് അടുത്ത ഡെഫിനിഷനിലേക്ക് പോകാം. ഓർത്തോഗണൽ മാട്രിക്സ്. എ സ്ക്വയർ മാട്രിക്സ് എ ഈസ് സെറ്റ് ടു ബി ഓർത്തോഗണൽ ഇഫ് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഐ. എ സ്ക്വയർ മാട്രിക്സ് എ ഈസ് സെറ്റ് ടു ബി ഓർത്തോഗണൽ ഇഫ്
എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഇസ് ഈക്വൽ ടു ഐ. ഒരു സ്ക്വയർ മാട്രിക്സിനെ നമ്മൾ ഓർത്തോഗണൽ മാട്രിക്സ് എന്ന് വിളിക്കണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്, എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഇസ് ഈക്വൽ ടു ഐ ആയിരിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻസ് എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സിമെട്രിക് മാട്രിക്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു, സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു, ഓർത്തോഗണൽ മാട്രിക്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, പ്രൂവ് ദാറ്റ് എ സ്ക്വയർ മാട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് എ സിമെട്രിക് മാട്രിക്സ് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മാട്രിക്സ്. Prove that a square matrix can be expressed as the sum of a symmetric matrix and a skew symmetric matrix. ഒരു സ്ക്വയർ മാട്രിക്സിനെ ഒരു സിമെട്രിക് മാട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മാട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതാൻ കഴിയും എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. എൻ്റെ പ്രൂഫിലേക്ക് പോകാം. ലെറ്റ് എ ബി എ സ്ക്വയർ മാട്രിക്സ്. എ ഒരു സ്ക്വയർ മാട്രിക്സ് ആണെന്നിരിക്കട്ടെ. നമുക്ക് എ എന്ന മാട്രിക്സിനെ ഒരു സിമെട്രിക് മാട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മാട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതാൻ കഴിയും എന്നാണ് തെളിയിക്കേണ്ടത്. നമ്മൾ എ എന്ന മാട്രിക്സ് ഉപയോഗിച്ച് പി എന്ന മാട്രിക്സ് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു. ലെറ്റ് പി സമം ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്. അതോ ക്യൂ എന്ന മാട്രിക്സ് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു, ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് എടുക്കുന്നു. അപ്പോൾ പി എന്ന മാട്രിക്സ് ഇങ്ങനെ നമ്മൾ ചൂസ് ചെയ്തു, ക്യൂ എന്ന മാട്രിക്സ് നമ്മൾ ഇങ്ങനെ ചൂസ് ചെയ്തു. നമ്മൾ ആ പി എന്ന മാട്രിക്സ് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. പി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്. ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കെ ഇൻറ്റു എ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. അപ്പോൾ ഹാഫ് വെളി വരും. ഇനി എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ്. അപ്പോൾ എ ട്രാൻസ്പോസ് പ്ലസ് എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് ഇവിടെ എ വരും. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്ന പി ആണ്. അപ്പോൾ പി എന്ന മാട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടാൽ നമുക്ക് പി തന്നെയാണ് കിട്ടുന്നത്. പി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു പി ആണ്. അതുകൊണ്ട് പി എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മാട്രിക്സ് ആണ്. തന്നിരിക്കുന്ന മാട്രിക്സ് എ ഉപയോഗിച്ച് പി എന്ന മാട്രിക്സ് നമ്മൾ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തു, ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് കൺസ്ട്രക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പി ട്രാൻസ്പോസ് എന്ന് പറയുന്ന പിയോട് തുല്യമാണ്. അതുകൊണ്ട് പി ഒരു സിമെട്രിക് മാട്രിക്സ് ആണ്. ഇനി നമുക്ക് ക്യൂ എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് ആണെന്ന് കാണിക്കാൻ പോവുകയാണ്. ക്യൂ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ഹാഫ് ഇൻറ്റു എ മൈനസ് ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്. ദാറ്റ് ഈസ് ഈക്വൽ ഹാഫ് ഇൻറ്റു ഇതിനെ എ മൈനസ് ബി ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ് ആണ്. അപ്പോൾ എ ട്രാൻസ്പോസ് മൈനസ് എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് എ ആണ്. ഈ രണ്ട് ടൈമിൽ നിന്ന് മൈനസ് വെളിയെടുക്കുകയാണെങ്കിൽ മൈനസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ക്യൂ ആണ്. അപ്പോൾ മൈനസ് ക്യൂ എന്ന് വരും. അപ്പോൾ ക്യൂ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് മൈനസ് ക്യൂ ആണ്. അപ്പോൾ എ എന്ന സ്ക്വയർ മാട്രിക്സ് ഉപയോഗിച്ച് പി എന്ന മാട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തു, ക്യൂ എന്ന മാട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തു. ഇതിൽ പി സിമെട്രിക് ആണെന്ന് കണ്ടു, ക്യൂ എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് ആണെന്ന് കണ്ടു. ഇനി നമുക്ക് പി പ്ലസ് ക്യൂ കണ്ടുപിടിക്കാം. പി പ്ലസ് ക്യൂ സമം ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. ഈ രണ്ട് ടൈമിൽ നിന്ന് ഹാഫ് വെളിയിലെടുക്കുക. ഈ രണ്ട് ടേംസിൽ നിന്നും ഹാഫ് വെളിയിലെടുക്കുക. അപ്പോൾ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് എ മൈനസ് എ ട്രാൻസ്പോസ്. എ ട്രാൻസ്പോസും എ ട്രാൻസ്പോസും ക്യാൻസൽ, മൈനസ് എ ട്രാൻസ്പോസും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ എന്ന് പറയുമ്പോൾ 2a ആണ്. 2 ഇൻറ്റു ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് എ ആണ്. ദെയർഫോർ എ സമം പി പ്ലസ് ക്യൂ. അപ്പോൾ എ എന്ന മാട്രിക്സിനെ ഒരു സിമെട്രിക് മാട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മാട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, എക്സ്പ്രസ് മാട്രിക്സ് 6 -2 2 2 3 -1 3 1 4 ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മാട്രിക്സ്. ഈ തന്നിരിക്കുന്ന മാട്രിക്സിനെ ഒരു സിമെട്രിക് മാട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മാട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതാൻ കഴിയും എന്ന് പ്രൂവ് ചെയ്യണം. എക്സ്പ്രസ് ഈ തന്നിരിക്കുന്ന മാട്രിക്സിനെ ഒരു സിമെട്രിക് മാട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മാട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന മാട്രിക്സിന് ഒരു പേര് കൊടുക്കാം, എ എന്ന് പേര് കൊടുക്കാം. ലെറ്റ് എ സമം മാട്രിക്സ് 6 -2 2 2 3 -1 3 1 4. എ ട്രാൻസ്പോസ് കാണാം. എ ട്രാൻസ്പോസ് ഈക്വൽസ് ഇവിടുത്തെ ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളം ആയിട്ട് എഴുതുക, സെക്കൻഡ് റോ എടുത്ത് സെക്കൻഡ് കോളം ആയിട്ട് എഴുതുക, തേർഡ് റോ എടുത്ത് തേർഡ് കോളം ആയിട്ട് എഴുതുക. എ ട്രാൻസ്പോസ് കിട്ടി. ഇനി പി എന്ന മാട്രിക്സ് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുക, ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്. ദാറ്റ് ഇസ് ഈക്വൽ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ മാട്രിക്സ് 12 0 5 0 6 0 5 0 8 ആണ്. ഹാഫ് കൊണ്ട് അകത്തേക്ക് ഗുണിക്കുമ്പോൾ പി സമം മാട്രിക്സ് 6 0 5 2 0 3 0 5 2 0 4. അപ്പോൾ എ എന്ന മാട്രിക്സ് ഉപയോഗിച്ച് നമ്മൾ പി എന്ന മാട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തു. ഈ പി ട്രാൻസ്പോസ് കണ്ടു നോക്കാം. പി ട്രാൻസ്പോസ് കാണാൻ ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോൾ ഔട്ട് എഴുതുക, സെക്കൻഡ് റോ എടുത്ത് സെക്കൻഡ് കോൾ ഔട്ട് എഴുതുക, തേർഡ് റോ എടുത്ത് തേർഡ് കോൾ ഔട്ട് എഴുതുക. ഇവിടെ പിയും പി ട്രാൻസ്പോസ് ഈക്വൽ ആണ്. പി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു പി ആണ്. അതുകൊണ്ട് പി എന്ന് പറയുന്ന ഒരു സിമെട്രിക് മാട്രിക്സ് ആണ്. അപ്പോൾ എ എന്ന മാട്രിക്സ് ഉപയോഗിച്ച് നമ്മൾ പി എന്ന മാട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തു, അത് സിമെട്രിക് ആണെന്ന് കണ്ടു. ഇനി ക്യൂ എന്ന മാട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാം.
let Q സമം ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ദാറ്റ് ഇസ് ഇക്വൽ ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ മാട്രിക്സ് ഇതാണ് 0 - 4 മാട്രിക്സ് 0 - 4 - 1 4 0 - 2 1 2 0 ഹാഫ് ഭാഗത്തേക്ക് ഗുണിക്കുമ്പോൾ മാട്രിക്സ് 0 ഹാഫ് ഭാഗത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 - 2 - ഹാഫ് 2 0 - 1 1/2 1 0 ഈ ക്യൂ എന്ന മാട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കാണാം. ക്യൂ ട്രാൻസ്പോസ് കാണാൻ ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളൗട്ട് എഴുതുക, സെക്കൻഡ് റോ എടുത്ത് സെക്കൻഡ് കോളൗട്ട് എഴുതുക, തേർഡ് റോ എടുത്ത് തേർഡ് കോളൗട്ട് എഴുതുക. അപ്പോൾ ക്യൂ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ശരിക്കും മൈനസ് ക്യൂ ആണ്. അപ്പോൾ ക്യൂ ട്രാൻസ്പോസ് ഇവിടെ മൈനസ് ക്യൂവിനോട് ഈക്വൽ ആണ്. അതുകൊണ്ട് ക്യൂ എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആണ്. അപ്പോൾ പി എന്ന മാട്രിക്സ് ഉപയോഗിച്ച് നമ്മൾ പി എന്ന മാട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തു. ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് കൺസ്ട്രക്ട് ചെയ്തു. അത് സിമെട്രിക് ആണെന്ന് കണ്ടു. ക്യൂ എന്ന ട്രാൻസ്പോസ് മാട്രിക്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. എങ്ങനെ? ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. അത് സ്ക്യൂ സിമെട്രിക് ആണെന്ന് കണ്ടു. ഇനി പി പ്ലസ് ക്യൂ കൂട്ടിയാൽ പിയും ക്യൂവും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എ കിട്ടത്തുള്ളൂ. പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് എയോട് തുല്യമായിരിക്കും. പി പ്ലസ് ക്യൂ സമം ക്ലിയർലി പി പ്ലസ് ക്യൂ സമം എ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്: ഇഫ് എ ആൻഡ് ബി ആർ സിമെട്രിക് മാട്രിസസ് പ്രൂവ് ദാറ്റ് എ ബി മൈനസ് ബി എ ഈസ് ക്യൂ സിമെട്രിക്. എയും ബിയും സിമെട്രിക് മാട്രിക്സുകളാണെങ്കിൽ നമുക്ക് തെളിയിക്കേണ്ടത് എ ബി മൈനസ് ബി എ എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് ആണെന്ന് തെളിയിക്കണം. എയും ബിയും സിമെട്രിക് മാട്രിക്സുകളാണെങ്കിൽ എ ബി മൈനസ് ബി എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിൻ്റെ പ്രൂഫിലേക്ക് പോകാം. ലെറ്റ് എ ആൻഡ് ബി ടു സിമെട്രിക് മാട്രിക്സസ് ദെയർഫോർ എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ആൻഡ് ബി ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ബി ആയിരിക്കും. ഇനി നമുക്ക് എ ബി മൈനസ് ബി എ സ്ക്യൂ സിമെട്രിക് എന്ന് തെളിയിക്കണം. അതിന് നമുക്ക് എ ബി മൈനസ് ബി എന്ന മാട്രിക്സിന് പി എന്ന് പേര് കൊടുക്കാം. ലെറ്റ് പി സമം എ ബി മൈനസ് ബി എ. പി ട്രാൻസ്പോസ് കാണാം. നമുക്ക് ഏത് മാട്രിക്സിനാണോ സ്ക്യൂ സിമെട്രിക് എന്ന് പ്രൂവ് ചെയ്യേണ്ടത് അതിന് നമ്മൾ പി എന്ന് പേര് കൊടുത്തു. ലെറ്റ് പി സമം എ ബി മൈനസ് ബി എ. പി ട്രാൻസ്പോസ് ഈക്വൽസ് എ ബി മൈനസ് ബി എ ദ ഹോൾ ട്രാൻസ്പോസ്. ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. എ ബി ട്രാൻസ്പോസ് മൈനസ് ബി എ ട്രാൻസ്പോസ്. എ ബി ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. ബി എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് ആണ്. ഓർഡർ തിരിഞ്ഞു വരും. ഇനി ബി ട്രാൻസ്പോസ് ബി ആണ്, എ ട്രാൻസ്പോസ് എ ആണ്. ഇവിടെ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ആണ്, ബി ട്രാൻസ്പോസ് എന്ന് ബി ആണ്. കാരണം എയും ബി സിമെട്രിക് മാട്രിക്സുകളാണ്. അപ്പോൾ ബി ട്രാൻസ്പോസിന് പകരം ബി കൊടുക്കാം, എ ട്രാൻസ്പോസിന് പകരം എ കൊടുക്കാം. അപ്പോൾ ബി എ മൈനസ് എ ബി എന്ന് വരും. ഈ രണ്ട് ടൈമിൽ നിന്ന് മൈനസ് വെളിയെടുക്കുകയാണെങ്കിൽ മൈനസ് ഓഫ് ഇവിടുന്ന് മൈനസ് എടുക്കുമ്പോൾ എ ബി വരും, ഇവിടുന്ന് മൈനസ് എടുക്കുമ്പോൾ മൈനസ് ബി എന്ന് വരും. അപ്പോൾ മൈനസ് ഓഫ് എ ബി മൈനസ് ബി എ. എ ബി മൈനസ് ബി എന്ന് പറഞ്ഞാൽ പി എന്ന മാട്രിക്സ് ആണ്, പി ആണ്. അപ്പോൾ എ ബി മൈനസ് ബി എക്ക് വരെ പി എന്ന് കൊടുക്കുക. അപ്പോൾ പി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് മൈനസ് പി ആണ്. പി ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു മൈനസ് പി ആയതുകൊണ്ട് പി എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആണ്. അടുത്ത ചോദ്യം: ഇഫ് എ ആൻഡ് ബി ആർ സിമെട്രിക് മാട്രിസസ് പ്രൂവ് ദാറ്റ് എ ബി പ്ലസ് ബി എ ഈസ് സിമെട്രിക്. ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് മാർക്ക് ചെയ്യുക. ഇത് നിങ്ങൾക്ക് തന്നെ പ്രൂവ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അടുത്ത ചോദ്യം: ഇഫ് എ ആൻഡ് ബി ആർ സിമെട്രിക് മാട്രിസസ് പ്രൂവ് ദാറ്റ് എ ഇൻറ്റു ബി ഇൻറ്റു എ ഈസ് ഓൾസോ സിമെട്രിക്. എയും ബിയും രണ്ട് സിമെട്രിക് മാട്രിക്സുകളാണെങ്കിൽ നമുക്ക് തെളിയിക്കേണ്ട ഇതാണ്: എ ഇൻറ്റു ബി ഇൻറ്റു എ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിൻ്റെ പ്രൂഫിലേക്ക് പോകാം. ലെറ്റ് എ ആൻഡ് ബി സിമെട്രിക് മാട്രിസസ്. അതുകൊണ്ട് എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ആയിരിക്കും. അതുപോലെ ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ബി ആയിരിക്കും. ഇനി നമുക്ക് ഏത് മാട്രിക്സ് ആണോ സിമെട്രിക് മാട്രിക്സ് എന്ന് പ്രൂവ് ചെയ്യുന്നത് അതിന് പി എന്ന് പേര് കൊടുക്കുക. ലെറ്റ് പി സമം എ ഇൻറ്റു ബി ഇൻറ്റു എ. പി ട്രാൻസ്പോസ് സമം എ ഇൻറ്റു ബി ഇൻറ്റു എ ദ ഹോൾ ട്രാൻസ്പോസ് ആണ്. ഇനി നമുക്കറിയാം എ ബി സി ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ സി ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. ഓർഡർ തിരിഞ്ഞു വരും. അപ്പോൾ എ ഇൻറ്റു ബി ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ അവസാനത്തിൻ്റെ ട്രാൻസ്പോസ് ആദ്യം വരും, ഇൻറ്റു നടുക്കുള്ളതിൻ്റെ ട്രാൻസ്പോസ് ഇൻറ്റു ആദ്യത്തിൻ്റെ ട്രാൻസ്പോസ്. അപ്പോൾ എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. എ ട്രാൻസ്പോസ് എ ആണ്. അപ്പോൾ എ ഇൻറ്റു ബി ട്രാൻസ്പോസ് ബി ആണ്. ബി ഇൻറ്റു എ. അപ്പോൾ എ ഇൻറ്റു ബി ഇൻറ്റു എന്ന് പറയുന്ന പി തന്നെയാണ്. അപ്പോൾ പി ട്രാൻസ്പോസ് എന്ന് പറയുന്ന പിയോട് തുല്യമാണ്. അതുകൊണ്ട് പി എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മാട്രിക്സ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത പ്രോബ്ലംസ് നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ ആ പ്രോബ്ലംസ് എഴുതിയെടുക്കുക, അത് പഠിച്ചു മാറുക. ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. താങ്ക്